ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നമംഗലം മണ്ഡലത്തിലാണ്, ഒളവണ്ണ പഞ്ചായത്തിലാണ്. സിറ്റിംഗ് MLA കൂടിയായ റഹീമിക്ക ഉണ്ട് കൂടെ. ഇവിടെ എല്ലാവരും റഹീമിക്ക എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ 4ാം തവണയാണ് മത്സര രംഗത്തുള്ളത്. അപ്പോൾ ഞാൻ വരുന്നതിന് മുൻപ് ഇവിടെ ഇങ്ങനെ ആളുകൾ പറയുവാണ് റഹീമിക്ക അപ്പുറത്തുണ്ട്, ഇപ്പോൾ വരും. അപ്പോൾ അത്രത്തോളം സ്നേഹമാണ് അങ്ങോട്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരു 15 വർഷമായി ഇവരോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അവരോട് ഞാനത് ആ രീതിയിലാണ് അവരോട് നിൽക്കുന്നത്. അവർ എനിക്ക് തിരിച്ചും ആ സ്നേഹമൊക്കെ തരുന്നുണ്ട് നന്നായിട്ട്. ഈ മുൻവർഷത്തേക്കാൾ ഇത്തവണ ലീഡ് ഉയർത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. അതിന് മാത്രമുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനേക്കാണ് ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. പ്രത്യേകിച്ച് ഈ പഞ്ചായത്തിലൊക്കെ പാലങ്ങളും റോഡുകളും, ഈ പഞ്ചായത്തിൽ ഇനി BMBC ചെയ്യാത്ത പൊതുമരാമത്ത് റോഡുകളില്ല. പാലങ്ങൾ കുറേ ഉണ്ടാക്കി, ഇനി പാലത്തിന് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും പാലങ്ങളുടെ മറ്റുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള പാലങ്ങളുടെ പ്രപ്പോസലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ദേശീയപാതയിൽ ഇവിടെ ടോൾ പ്ലാസ വന്നതുകൊണ്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടുകൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നുണ്ട്. അത് വലിയൊരു പ്രയാസം ഈ സമീപ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്താണ് ശരിക്കും? ഞങ്ങളത് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളൊക്കെ പോയിട്ട് ബൈ റൂട്ടിൽ സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ചെയ്യുന്നതിന് പ്രയാസമൊന്നുമില്ല. കുന്നമംഗലത്തുള്ള ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ കാര്യമാണ്. അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാട്? കുന്നമംഗലത്തുള്ള ട്രാഫിക് ബ്ലോക്ക് വളരെ സങ്കീർണമായിരുന്നു. ഇപ്പം മുക്കം ജംഗ്ഷൻ നമ്മളവിടെ സ്ഥലം എക്വയർ ചെയ്ത് അത് വീതി കൂട്ടിയത് കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. അങ്ങ് പ്രചരണത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്? അവർ പറയുന്നത് എന്താണ്? കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരവും പറയാൻ പറ്റില്ല. അത് ഒരു റോഡ് മുഴുവനും അവർ പരിശോധിച്ചു. ഒരു പൊട്ടലും പോറലും പോലും പൊതുമരാമത്ത് റോഡുകൾക്ക് എവിടെയും കാണാൻ സാധിച്ചില്ല. 100ാമത്തെ പാലം, 99ാമത്തെയും 100ാമത്തെയും പാലം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ നിയോജക മണ്ഡലത്തിലാണ്. ഇപ്പോഴും ഇവിടെ തന്നെ അടുത്തന്നെ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ അങ്ങനെ ഭരണവിരുദ്ധ വികാരം എവിടെയില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറയുന്നതിൽ മറ്റു പല കാര്യങ്ങളാണ് പറയുന്നത്. ഭരണ തുടർച്ച ഉണ്ടാകും. ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് അത്ഭുതകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇവിടെ കുന്നമംഗലത്ത് ഗവൺമെൻറ് കോളേജ്, കുന്നമംഗലത്ത് മിനി സിവിൽ സ്റ്റേഷന്, കുന്നമംഗലത്താണ് കേരളത്തിൽ ആദ്യമായി MLA ഫണ്ടിൽ നിന്നും പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നത്. അതൊരു ഗസ്റ്റ് ഹൗസ് ആണോ പോലീസ് സ്റ്റേഷനാണോ എന്ന് പോലും അന്ന് പത്രക്കാർ ചോദിച്ചിട്ടുണ്ട്. കിഫ്ബിയെ എതിർക്കുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ വന്നാൽ ഇതിൻ്റെ പ്രവർത്തനമൊക്കെ നിലക്കും. ഒരുപാട് പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ കിഫ്ബിയോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ വേണ്ടത്. ഇങ്ങനെ പ്രചരണത്തിൽ സജീവമാണ് LDF സ്ഥാനാർത്ഥി അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.